ഈ സിനിമയുടെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. നല്ല ലക്ഷ്യമുണ്ടെന്ന് ട്രെയിലർ പറയുന്നു, ഡൗൺ സിൻഡ്രോം ബോധവൽക്കരണം പോലെ. ശരിയാണ്. അതേസമയം നടനെതിരെ പഴയ കാര്യങ്ങൾ വെച്ച് രാഷ്ട്രീയപരമായ എതിർപ്പുകളുണ്ട്, സിനിമ കോപ്പിയാണെന്ന ആരോപണമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു. അപ്പോ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? സിനിമ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സാമൂഹിക സന്ദേശത്തിനോ, അതോ കലാകാരന്റെ പഴയ കാര്യങ്ങളോടുള്ള വിയോജിപ്പിനോ, അതോ സിനിമയുടെ ഒറിജിനാലിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കോ? ഒരുപക്ഷേ സിനിമ കണ്ടതിന് ശേഷം ഒരഭിപ്രായം പറയുന്നതല്ലേ നല്ലത്. ഇവിടെ ശരി തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ കാരണങ്ങൾ കാണും. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഏതു വിഷയത്തെയും കുറച്ചുകൂടി തുറന്ന മനസ്സോടെ സമീപിക്കുക, പല ഭാഗങ്ങളും കേൾക്കാൻ ശ്രമിക്കുക, അതെപ്പോഴും നല്ലതാണ്. ശരിയാണ്. ഒരു സിനിമയുടെ ട്രെയിലർ അതെങ്ങനെയാണ് ഇത്രയധികം ചർച്ചകളിലേക്ക് പോയതെന്ന് നമ്മൾ കണ്ടു. അതെ, രാഷ്ട്രീയം, വ്യക്തിപരമായ നിലപാടുകൾ, സിനിമയുടെ ക്വാളിറ്റി എല്ലാം വന്നു. ഇത് ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്, അല്ലേ? തീർച്ചയായും. ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്താണത്? ഏതൊരു വിഷയത്തെക്കുറിച്ചും, അത് സിനിമയോ പുസ്തകമോ എന്തുമാവട്ടെ, നമ്മൾ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ, ഹാഷ്ടാഗുകൾ, മുൻവിധികൾ, അതെ, അതൊക്കെ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്, എത്രത്തോളം മുൻവിധിയോടെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്.